CPI കണിച്ചുകുളങ്ങര ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം നടന്നു. CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. CPI കണിച്ചുകുളങ്ങര ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം നടന്നു. കണിച്ചുകുളങ്ങര മഞ്ചിറ ദിവാകരൻ നഗറിൽ ചേർന്ന സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ TG അശോകൻ അധ്യക്ഷത വഹിച്ചു. സംഘം കൺവീനർ R മനോജ് സ്വാഗതം പറഞ്ഞു. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം CK അശോകൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി N സതീശൻ എന്നിവർ പ്രസംഗിച്ചു. 2025 നവംബറിൽ ചണ്ഡീഗഡിൽ നടക്കുന്ന സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ലോക്കൽ സമ്മേളനങ്ങൾ നടക്കുന്നത്. ലോക്കൽ സമ്മേളനങ്ങളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലായിടങ്ങളിലും നല്ലതുപോലെ ബഹുജന പങ്കാളിത്തത്തോടുകൂടി പ്രകടനവും പൊതുസമ്മേളനവും നടക്കുന്നുണ്ട്. പ്രതിനിധി സമ്മേളനം ഇവിടെ പറഞ്ഞ രാഷ്ട്രീയ കാര്യങ്ങൾ കൂടാതെ നമ്മുടെ പ്രദേശവുമായി ബന്ധപ്പെടുന്ന ഒട്ടനേകം ജനകീയ പ്രശ്നങ്ങൾ അതിന്മേൽ പ്രമേയം പാസ്സാക്കുന്നുണ്ട്. അതിന് പരിഹാരം കാണുവാൻ വേണ്ടിയുള്ള ഭാവി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ പ്രവർത്തന ഘട്ടത്തിൽ 100 വർഷം പിന്നിടുകയാണ്. അതുപോലെ തന്നെ RSS അല്ലെങ്കിൽ സംഘപരിവാർ അവരും രൂപം കൊണ്ടിട്ട് 100 വർഷം പിന്നിടുകയാണ്. അവരെന്ന് ഈ രാജ്യം ഭരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനകത്തുനിന്ന് വ്യത്യസ്തമായ തരത്തിൽ മുന്നോട്ട് പോകുന്നു. സ്വാഭാവികമായും എന്ത് നേട്ടമുണ്ടായി എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അവരുടെ 100 വർഷക്കാലത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് അതേ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോകാൻ കഴിയില്ല. എല്ലാ മനുഷ്യരെയും ഒന്നായി കണ്ടുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. മറിച്ച് സംഘപരിവാർ അങ്ങനെയല്ല. അവരതിനകത്തുനിന്ന് വ്യത്യസ്തമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനും അവർക്കിഷ്ടപ്പെട്ട തരത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും വികാരം ഉയർത്തുവാനും വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. സംഘപരിവാർ എപ്പോഴും കോർപ്പറേറ്റുകളുമായി സന്ധി ചെയ്യുന്നവരാണ്. കോർപ്പറേറ്റുകൾ എന്ന് പറയുന്നത് നമ്മളെ നിരന്തരമായി ചൂഷണം ചെയ്ത് സമ്പത്തുണ്ടാക്കുന്ന ഈ രാജ്യത്തെ മുതലാളിമാർ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർലമെന്റിൽ നിയമം കൊണ്ടുവന്ന് ഇലക്ട്രൽ ബോണ്ടുകൾ പിന്നീട് സുപ്രീം കോടതി റദ്ദാക്കി. ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കോർപ്പറേറ്റ് മുതലാളിയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുക്കാം.